അട്ടപ്പാടിയിൽ സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതികളെല്ലാം താളം തെറ്റി. ആദിവാസി കുടുംബങ്ങൾക്കുള്ള പോഷകാഹാര വിതരണം പലയിടങ്ങളിലും മുടങ്ങി. ഗർഭിണികൾക്ക് പ്രഖ്യാപിച്ച ധനസഹായം ഇനിയും നടപ്പായിട്ടില്ല. ഇതേ തുടർന്ന് പ്രശ്നം വിലയിരുത്താൻ ചീഫ് സെക്രട്ടറി പ്രത്യേക യോഗം വിളിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. കോടികളുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടും അട്ടപ്പാടിയിൽ ശിശുമരണവും പോഷകാഹാരക്കുറവ് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളും തുടരുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറി യോഗം വിളിച്ചിട്ടുള്ളത്. ഏപ്രിൽ 9 രാവിലെ 9:30 പാലക്കാട് കലക്ടറേറ്റിൽ ചേരുന്ന യോഗത്തിൽ എല്ലാ ജില്ലാതല ഉദ്യോഗസ്ഥരോടും അവർ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ വിശദവിവരങ്ങളുമായി ഹാജരാകണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അട്ടപ്പാടിയിലെ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കണമെന്ന് ഹൈക്കോടതിയും സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു. എന്നിട്ടും പദ്ധതികളെല്ലാം താളം തെറ്റിയ നിലയിലാണുള്ളത്. ആദിവാസി കുടുംബങ്ങളിലെ പോഷകാഹാര പ്രശ്നം പരിഹരിക്കുന്നതിനായി നടപ്പിലാക്കിയ കമ്മ്യൂണിറ്റി കിച്ചൺ പല ഊരുകളിലും മുടങ്ങിക്കിടക്കുകയാണ്. സുസ്ഥിര വികസനത്തിനായി നടപ്പിലാക്കിയ കാർഷിക വികസന പദ്ധതി ഫലപ്രദമല്ല. ജനനി ജന്മരക്ഷാ പദ്ധതി പ്രകാരം ഗർഭിണികൾക്ക് 3-ാം മാസം മുതൽ 18 മാസത്തേക്ക് 1000 രൂപ വീതം നൽകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഇതുവരെയായിട്ടും നടപ്പിലായിട്ടില്ല. കോട്ടത്തറ ആശുപത്രിയിലെ ഭക്ഷണ വിതരണ പദ്ധതി ഫണ്ട് ലഭിക്കാത്തതിനെ തുടർന്ന് പ്രതിസന്ധിയിലാണ്. ആശുപത്രിയിൽ കിടത്തി ചികിത്സയിലുള്ള രോഗികൾക്ക് സഹായിയായി നിൽക്കുന്നവർക്ക് പ്രതിദിനം 200 രൂപ നൽകുമെന്ന് പറഞ്ഞിട്ടും വിതരണം ചെയ്തിട്ടില്ല. ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ ആവശ്യത്തിനുള്ള ശസ്ത്രക്രിയ ഉപകരണങ്ങൾ പോലും ഇല്ല. ഇതിനു പുറമെ വീണ്ടും ഗർഭസ്ഥ ശിശുമരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയിട്ടുണ്ട്. പദ്ധതികൾ നടപ്പിലാക്കാൻ വീഴ്ച വരുത്തുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടായാൽ മാത്രമേ അട്ടപ്പാടിയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാകൂ. അതിന് സർക്കാർ തയ്യാറാകുമോ എന്നതാണ് പ്രധാനം. പ്രസാദ് ഉടുമ്പിശ്ശേരി, റിപ്പോർട്ടർ, പാലക്കാട്.